ഹായ്, ഞാൻ ഡോക്ടർ ഫെർഡിനാൻഡ്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് തൈറോയ്ഡ്, ബ്രസ്റ്റ് ആൻഡ് എൻഡോക്രൈൻ സർജനാണ്. ഇന്ന് ഞാൻ തൈറോയ്ഡ് സർജറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തൈറോയ്ഡ് സർജറി സാധാരണ ചെയ്യുന്നത് തൈറോയ്ഡിൽ വരുന്ന ക്യാൻസറസ് മുഴകൾക്കാണ്. പക്ഷേ ക്യാൻസറസ് അല്ലാത്ത മുഴകൾക്കും ഇത് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരലുണ്ട്. ഇപ്പം ക്യാൻസറസ് മുഴകൾക്കാണെങ്കിലും ഈ തൈറോയ്ഡ് സർജറിയുടെ കൂടെ തൈറോയ്ഡിന് ചുറ്റുമുള്ള കഴലകൾ കൂടി റിമൂവ് ചെയ്യേണ്ടി വരുന്നതാണ്. പക്ഷേ ക്യാൻസർ അല്ലാത്ത മുഴകൾക്ക് തൈറോയ്ഡ് സർജറി എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനും റിമൂവ് ചെയ്താൽ മതിയാവുന്നതാണ്. ഇങ്ങനത്തെ സർജറി ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. അതിൽ ഒന്ന് ഓപ്പൺ മെത്തേഡ്സ് ആണ്. രണ്ടാമത്തത് എൻഡോസ്കോപ്പിക് മെത്തേഡാണ്. അപ്പോൾ എൻഡോസ്കോപ്പിക് മെത്തേഡിൽ അത് കക്ഷം വഴി ഒരു എൻഡോസ്കോപ്പ് ഇട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇൻഡിക്കേഷൻസൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഇങ്ങനത്തെ സർജറി ചെയ്യുന്നത് കൊണ്ട് ഒരു എക്സ്പീരിയൻസ് സർജൻ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ശബ്ദത്തിൽ വ്യത്യാസമോ ഇല്ല ശബ്ദം നഷ്ടപ്പെടുകയോ ഇല്ല കാൽഷ്യം ബാലൻസിൻ്റെ ഡിറേഞ്ച്മെൻറ്റ് ഇൻ ദ ബോഡി അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഓൾമോസ്റ്റ് നില്ലാണ്. സോ ഇങ്ങനത്തെ സർജറി ചെയ്യാനുള്ള ഫിയർ ഒന്നും വേണ്ട. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് വെൻ ഇറ്റ് ഈസ് ഡൺ ബൈ എക്സ്പീരിയൻസ് സർജൻ. സോ കോംപ്ലിക്കേഷൻ പേടിച്ചിട്ട് ആവശ്യമുള്ള സർജറി ചെയ്യാതിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ആവശ്യമുള്ള സർജറി എക്സ്പീരിയൻസ് സർജനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. താങ്ക് യു.